രുക്കുമോളെ മൂത്താളിയും വന്നു പറഞ്ഞ എന്തേടി? ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. 2 മുട്ട, 2 ചിക്കൻ കറി, പിന്നെ 2 മട്ടൻ ചാപ്സ്, പിന്നെ ഉണ്ടെങ്കിൽ ഒരു 2 പ്ലേറ്റ് കുറുമ. അതോട് നിങ്ങളുടെ വിശപ്പിന്റെ വിളി ഞാനല്ലാതെ വേറെ ആര് കേൾക്കാൻ? എല്ലാരും ഇരിക്കെ വയറ് നിറച്ച് മേടിച്ച് കഴിക്കുക സുമതി. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവ അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇതെന്താണത്? പഴംകൂട്ടാൻ. പഴംകൂട്ടാനല്ല, ഇത് പഴയ കൂട്ടാനാ. എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? ആളെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ റെസ്റ്റോറന്റ് നടത്തുന്നത്. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെ ഇടൂല്ലോ മിസ്റ്റർ. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത്. നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ അതോ ഭക്ഷണത്തിൽ കുളിപ്പിക്കുകയാണോ? ഹെൽത്ത് ഒക്കെ നോക്കണേ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഫുഡ് ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു ഓഫീസുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കാശില്ലാതെ മൂക്കുമുട്ട തന്നിട്ട് ഓരോ നമ്പർ ഇറക്കടാ. ഇവനെ പിടിച്ചോണ്ട് ഇടിച്ച് കൂമ്പെടുക്കടാ. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. എന്റെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കണ്ടല്ല, അടിച്ചിട്ട് നിന്റെ കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. ഭക്ഷണം കഴിക്കുമ്പോ കോമഡി പറയില്ല അങ്കിൾ. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. നാട്ടുകാരിപ്പൊ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേൾക്കണം നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ? കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. എന്റെ അമ്മേ, ഇത്ര ഉള്ളോ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ശരിക്കും മണ്ടന സർ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് സർ ചോദിച്ചത്. എല്ലാം അറിയാവുന്ന നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. മറ്റേ വർത്താനം പറയരുത്. നിങ്ങൾ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാൻ ഞാൻ ചോദിക്കുക. വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ കാണും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഈ കണ്ടവന്റെ കൊച്ചന്റെ തന്തയാകാൻ എന്ന് കിട്ടത്തില്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. Welcome to Marlekinar Trappies.